നമസ്കാരം ചേട്ടാ. നമസ്കാരം. വിജയകുമാർ എന്നാണ് പേര്. അതെ. വളവനാട് വിജയകുമാർ. അതെ, നാടിന്റെ പേര് വളവനാട്. ഇപ്പൊ താമസിക്കുന്ന വരകാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം എന്താണ് ചെയ്യുന്നത്? ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം. ആർട്ടിസ്റ്റ് ആണ്. അതല്ലാണ്ട് പിന്നെ സർക്കാർ ജീവനക്കാരനാണ്. ആണ്. അടിപൊളി. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്റ് വിഭാഗം സീനിയർ ക്ലർക്കാണ്. അത് ഞാൻ കലാപരമായിട്ട് തന്നെ പോയിരുന്ന സമയത്ത് തന്നെ മിമിക്രി കളിച്ച് തന്നെ കാശ് കൊണ്ട് ഞാൻ പരീക്ഷ ഫീസ് അടയ്ക്കുകയും പഠിക്കുകയും ചെയ്ത് അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിൽ വളരെ മോശമായ ഒരു കാലാവസ്ഥയൊക്കെ വന്നപ്പോൾ ഇരുന്ന് പഠിച്ച് ജോലി വാങ്ങിച്ചതാണ്. ഇപ്പൊ ഹാപ്പി അല്ലേ? തീർച്ചയായും ഹാപ്പി. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. എന്താ ചെയ്യുന്നത്? ആക്ച്വലി സ്റ്റാർസ് ആണ് ചെയ്യുന്നത്. അതിൽ താരവിളയാട്ടത്തിന്റെ പുതിയ ഒരു ഫ്ലോറാണല്ലോ. അപ്പൊ ഇവിടെ ഒരു സ്റ്റാള് നടക്കുകയാണ്, സ്റ്റാൾ ഇട്ടിരിക്കുകയാണ്. ഈ സ്റ്റാളിന് വ്യക്തിവിവരണത്തിന് വേണ്ടി വരുന്നത് നമ്മുടെ സൗബിൻ ഷാഹിറാണ്. തുടർന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളുണ്ട്, രാഷ്ട്രീയ താരങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതെ, ശരി. അപ്പൊ നമുക്ക് ആ സ്റ്റോറി ലൈൻ കേട്ട് നോക്കാം അല്ലേ? യെസ്, ഓവർ ടു യു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളൊന്ന് പൊളിക്കും കേട്ടാ. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണല്ലോ. നമുക്ക് പൊളിക്കാം കേട്ടോ. അതൊക്കെ നമസ്കാരം. ചേട്ടാ, എന്തൊരു വിശേഷം? സുഖമല്ലേ? പൊളിക്കല്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നേ കുറച്ച് സിനിമ ആടമ്പാരും പൊളിറ്റീഷ്യനൊക്കെ ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റാൾ ഉണ്ടല്ലോ, ഇതിൽ കിട്ടുന്ന സ്റ്റാളാണ്. ഒന്നാമത്തെ സ്റ്റാൾ ആരാണെന്ന് അറിയണ്ടേ നിൽക്കുന്നത്? കിടുക്കൻ, പൊളിക്കും, ഒരു സംശയമില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. വരണം വരണം വരണം. ഇത് ഞാൻ തന്നെയാ. നിങ്ങൾക്കെന്നെ മനസ്സിലായി കാണും. അതെ, വേറൊന്നുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു കളിയുമായിട്ടാ വന്ന് നിൽക്കുന്നേ. ഈ കളിയുടെ പേര് കൊമ്പരക്കൊമ്പെന്ന. ഈ കളിക്ക് 2 നിയമങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ കൊമ്പരക്കൊമ്പെന്ന് പറയുന്നത് മാത്രമല്ല, ചില കൊമ്പുള്ള ജീവികളുടെ പേര് പറയും. അപ്പോൾ നിങ്ങൾ കൊമ്പ് കാണിക്കണം. കൊമ്പ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പുറത്താ. ഇനി ചിലപ്പോൾ കൊമ്പില്ലാത്ത ചില ജീവികളുടെ പേര് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ കൊമ്പ് കാണിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ കൊമ്പ് കാണിച്ചാൽ അപ്പോഴും നിങ്ങൾ പുറത്താ. നമുക്ക് തുടങ്ങാം. കൊമ്പരക്കൊമ്പ് പേപ്പേ, ആനയ്ക്കും കൊമ്പ് പേപ്പേ, പട്ടിക്കു കൊമ്പ് പേപ്പേ, അണ്ണാനും കൊമ്പ് പേപ്പേ, അണ്ണാണ് കൊമ്പ്, പട്ടിക്കാണ് കൊമ്പ്, പക്ഷിക്കാണ് കൊമ്പ് എന്നറിയാൻ മേലത്തെ ഇഡിയറ്റ്. ഇനി കൊമ്പരക്കൊമ്പെന്ന് പറഞ്ഞാൽ മാത്രം കൈവയ്ക്കാൻ മതി. തൊട്ടടുത്ത സ്റ്റാളിൽ നമ്മുടെ സുരേഷ് ഗോപി ഉണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കം, ലെറ്റ്സ് പ്ലേ. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ 10 പുസ്തകങ്ങളായിട്ടാണ്. അതിൽ 5 പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല പ്രൊനൗൺസിയേഷൻ കിട്ടും. നല്ല ഭാഷാ നൈപുണ്യത്തിൻ്റെ കൊടുമുടികൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ഇങ്ങനെ കീഴടക്കിയ 3 പേരെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. കണ്ടു നോക്ക്. അതായത് അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരോടും എനിക്ക് താല്പര്യമില്ല. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മനുഷ്യത്തിനെ ആ ഒരു ഇനത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂർ നിൽക്കെ, കണ്ണൂർ നിൽക്കെ, കോഴിക്കോട് നിൽക്കെ, എവിടെ വേണം നിന്നോട്ടെ. കാണിച്ചുളങ്കര മാത്രം വന്ന് നിൽക്കരുത്. കാരണം എനിക്കിട്ട് പണി തരല്ലേ എൻ്റെ പൊന്നപ്പ. അതുകൊണ്ട് അടുത്ത ആള് നമ്മുടെ പൂഞ്ഞാർ നിന്നൊരു ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടുപോകുക. ഈ കാക്കി ഇട്ടവന് നേരെ കൈയോഗിയാലേ ചിലർക്ക് തോന്നില്ല. മനസ്സിലായിക്കോളും. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇവർ നമ്മളെ കള്ളക്കേസ് കുടിച്ചിട്ട് ഈ പോലീസുകാർ നമ്മളെ കുരിച്ചങ്ങ് നിർത്തും. എന്നിട്ട് ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഫോർ ദ ഭാരതീയ കൾച്ചർ ഇക്കണോമിക് സോഷ്യൽ വേദിക്കേൻ്റെ താന്ത്രിക്ക് ഇടിച്ച് നമ്മളെ നടുപിടിച്ചിട്ട് നമ്മളങ്ങ് തട്ടിക്കളയും കേട്ടോ. മനസ്സിലായില്ലേ? ഇവരും വൃത്തികെട്ടന്മാരാ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ ഞാനത് പറഞ്ഞില്ലെങ്കിൽ കേട്ടോ. മനസ്സിലായില്ലേ? ഇതാ തൊട്ടടുത്ത് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണത്തിപ്പുണ്ട്. തെറ്റുപെട്ടവരാരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. ശരിയല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടോ? ശരിയാണോ? പ്രത്യേകിച്ച് ഫുട്ബോളിനെ പറ്റി. അതുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ചോദിച്ചെനിക്ക് പറയാൻ കഴിയും. അത് അർജന്റീനയുടെ ലയണൽ ബ്ലസ്ലിയാണെന്ന്. അതുപോട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതുപോലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച പോർച്ചുഗലിന്റെ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. അത് ക്രിസ്ത്യാനോ ടൊർണാഡോയാണെന്ന്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതും പോട്ടെ, ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫ്രാൻസിന്റെ കളിക്കാരനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. അത് ഉമ്പാമ്പയാണെന്നോ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതെല്ലാം പോട്ടെ. നമുക്കുണ്ടല്ലോ സുന്ദരമായിട്ട് കളിക്കുന്നവര്, നമുക്കുണ്ടല്ലോ നല്ലവണ്ണം കളിക്കുന്നവര്. ശ്രീ OV വിജയൻ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? തൊട്ടടുത്ത് നമ്മുടെ തോമസ് ഐസക്കും പിണറായി വിജയനും കൂടെ ഒരു സ്റ്റാളിനിപ്പുണ്ട്. അവരെന്താണ് പറയുന്നത് നിങ്ങൾ കേട്ട് നോക്ക്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലേ ഒരു വാച്ച് കിടപ്പുണ്ട്. ആ വാച്ചിന് ചില പ്രത്യേകതയുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളോട് നേരിട്ട് തന്നെ പറയട്ട. ഈ വാച്ച് ഒരു പ്രത്യേകതരം വാച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
ചില വ്യക്തികളെ അവരുടെ ശബ്ദം നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗം ഞാൻ ഈ വാച്ച് നോക്കി സങ്കല്പിക്കും. നിങ്ങൾ സങ്കല്പിച്ച ശബ്ദം ഞാൻ സങ്കല്പിച്ച പ്രസംഗം ആയിട്ട് ഈ വാച്ചിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കണം. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ. ഇവിടെ അങ്ങനെയല്ലടോ, അങ്ങനെയല്ല. മലയാള സിനിമയിലെ നിത്യ ഹരിത എന്താ പറഞ്ഞത്? അതല്ലടോ, നിത്യ ഹരിത നായകനായ ശ്രീ പ്രേംനസീർ മുതൽ ഇങ്ങേറ്റം എല്ലാവരെയും ഞാൻ സങ്കല്പിക്കുകയാണ്. കുറെ കാലം നിങ്ങൾ എല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ? ആ പ്രതിയല്ല എന്ന് പറഞ്ഞത് ആരാ? കോടതി വിളിച്ച് എറിയുക ചെയ്തത്. ഈ കേസ് നിലനിൽക്കുന്നില്ല. ഈ പ്രസംഗം നിങ്ങൾ സങ്കല്പിച്ച പോലെ മലയാള സിനിമയിലെ മരണപ്പെട്ടുപോയവരുടെ ശബ്ദത്തിൽ നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്റെ ദൈവമേ. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി കേട്ടോ, ഞാൻ നിങ്ങളെക്കാൾ മുമ്പിൽ ഓവർടേക്ക് ചെയ്യുന്നതിന്റെ. ഇത്ര എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാ സൗണ്ടും എന്നെ ഞെട്ടിച്ചത് ഭീകരമായിരുന്നു. ഭീകരം എന്ന് വെച്ചാൽ ഭീകരം. ഐ ഹാവ് ടു സേ ദിസ്. ഒപ്പം തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ സ്റ്റാർ കൊടുക്കുമ്പോൾ എൻ്റെ വക ഒരു കുഞ്ഞി സ്റ്റാറും കൂടെ കൊടുത്തേക്കണേ പ്ലീസ്. എൻ്റെ വകയും കൂടെ പറ്റുകയാണെങ്കിൽ മതി കേട്ടോ. ഇനി അടുത്ത സ്പോട്ടപ്പ് ആണോ? അതെ, ഈ മരിച്ചുപോയ താരങ്ങളെ ഒരു ട്രിബ്യൂട്ടായിട്ട് ഈ പ്രസംഗം കേൾക്കുന്ന ഒരു ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് കാണാം. അതാണ് സ്പോട്ട്. കുറെ കാലം നിങ്ങൾ എല്ലാവരും കൂടി അപ്രതിയാക്കാൻ പറഞ്ഞ് നടന്നില്ലേ? ആ പ്രതിയല്ല എന്ന് പറഞ്ഞു താര കോടതി വിളിച്ചെറിയാണ് ചെയ്തത്. ഈ കേസ് നിലനിൽക്കുന്നില്ല. മറന്നുപോയോ? അത് ഈ കഴിഞ്ഞ ദിവസവും നിങ്ങൾ പറഞ്ഞതല്ലേ? ഈ കഴിഞ്ഞ ദിവസവും നിങ്ങൾ സംസാരിച്ചില്ലേ അല്ലാഹുവിൻ കേസിനെ പറ്റി? ഇതൊക്കെ വെറും മോഹങ്ങളാണ് സാർ. വ്യക്തിഗതമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടന്നത് ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. അത് നിന്ന് ഉറപ്പ്. എന്തുകൊണ്ടോ അത് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത്? ശുദ്ധമായതുകൊണ്ടാ. എൻ്റെ അമ്മ വെറുതെ പറയുന്നല്ല, അതിങ്ങനെ തലയുയർത്തി തന്നെ പിടിച്ച് പറയേണ്ടി വരും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇനിയൊരു 100 ജന്മം കൂടി ജനിക്കണം. നീ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മുരളിച്ചേട്ടാ പറഞ്ഞതിലും ആ കാര്യമുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ശീലാമ്പ വന്ന ഈ നല്ല ദിനത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്മരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാപ്റ്റന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. Yes, the lady gives the creativity. The creativity is to thinking. Okay, the thinking provides the knowledge. Okay, the knowledge makes you great. Thank you all. Jai Hind. വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. പ്ലീസ് ചേട്ടാ, ഇങ്ങനെ ഫുള്ള് ഞങ്ങളെ ഞെട്ടിച്ച് ഒരു വഴിയാക്കി കളഞ്ഞിരിക്കുകയാണ്. യെസ്, ശീലാമ്മ പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? രാഷ്ട്രീയക്കാരായിട്ട് വോയിസ് കൊടുത്ത എല്ലാവരുടെയും വോയിസും അവരെ പോലെ തന്നെ സംസാരവും എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ. വിജയകുമാർ ഗംഭീരായി. താങ്ക് യു. അടിപൊളി. കാരണം ആ ബുക്ക് സ്റ്റാൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാരണം അതിനകത്ത് വന്നതെല്ലാം അതിഗംഭീരമായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ അയ്യോ സത്യം ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ അത്ര ത്രോയിൽ നല്ല ഗംഭീരമായിട്ട്. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ അതുപോലെ എല്ലാത്തിനും അത്യാവശ്യം ഫണ്ണുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്തു. നല്ല രസമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് വരുമ്പോൾ ആ LED വാൾ വരുന്ന മുഖങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ വരും. ഈ സൗണ്ട് പോലും അല്ല, പക്ഷെ അത് തന്നെ എല്ലാവരെയും വളരെ മനോഹരമായിട്ട് അനുകരിച്ചു. പറഞ്ഞ പോലെ അവരെയൊക്കെ ഓർക്കാൻ പറ്റി, സ്മരിക്കാൻ പറ്റി. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിജയകുമാർ ചെയ്ത ശബ്ദങ്ങൾ, അതായത് നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള, അതായത് ചിലപ്പോൾ ചില മിമിക്രി ആർട്ടിസ്റ്റുകൾ നല്ല രാഷ്ട്രീയക്കാരെ മാത്രം ചെയ്യും. അതിന് വില്ലിങ്ങായിരിക്കും, അവർ അതിനകത്ത് മാത്രം അഗ്രഗണ്യന്മാരായിരിക്കും. ചിലവർ സ്റ്റാർസിൻ്റെ മാത്രം വോയിസിൽ അഗ്രഗണ്യന്മാരായിരിക്കും. ഇത് രണ്ടും അല്ലേ, രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒരുപോലെ തന്നെ ശബ്ദങ്ങളുടെ ഒരു വ്യത്യാസം മാത്രമല്ല, ഇതിൻ്റെ മോഡുലേഷൻ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അവർ സംസാരിക്കുന്ന തരത്തിലുള്ള
ഒരിക്കലും ഒരു അതിഭാവത്വം ഇല്ലാതെ നിങ്ങളത് ചെയ്തു. പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ അജയ് പറഞ്ഞ പോലെ നമുക്ക് ആ സംഭവത്തിനെല്ലാം ഓരോന്ന് ഇങ്ങനെ കൈയടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഇത്രയും പേര് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മളൊരു റിയലൈസ് ചെയ്യുന്നത് നിങ്ങളിത് കാണിച്ചപ്പോഴാണ്. എല്ലാം ലെജൻസ് ആണ്. അതെ, എല്ലാം ലെജൻസ് ആണ്. ഞാൻ ട്രിബ്യൂട്ടായിട്ട് അവതരിപ്പിച്ചതാണ്. ഈ സ്ക്രീനിൽ കണ്ട എല്ലാവരും മലയാള സിനിമയ്ക്ക് ഒരുപാട് എല്ലാ തലങ്ങളിലും ഒരു വലിയ ബലം നൽകിയ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ വിഭാഗം. അതെ അതെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായും. ശരിക്കും ആ ഓർമ്മപ്പൂക്കൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ വീട് ഇപ്പം നിൽക്കുന്ന വരകാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വളവനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ മാറി താമസിക്കുന്നത്. അപ്പോൾ ഈ 2 നിവാസികൾക്കും വേണ്ടി ഒരു ഹൈ പറയണം. ഒരു ഹൈ അല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ഹൈ പറയണം. എല്ലാവരും ഓരോ ഹൈ പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ റേറ്റിംഗിലേക്ക് കടക്കാനുള്ള ടൈം ആയിരിക്കാണ്. എൻ്റെ ആ കുഞ്ഞു സ്റ്റാറും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ മൊത്തത്തിൽ 1 2 3 അരവണ കാലോട്. അയ്യോ, ഞങ്ങള് ശരിക്കും 4 സ്റ്റാർ ആയിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുട്ടി പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 1/4 സ്റ്റാർ വേണോ 1/2 സ്റ്റാർ വേണോ എന്ന് ഇങ്ങനെ ഇതിപ്പോ അജി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും പൊക്കമുള്ളൊരു കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് അത് 1/2 സ്റ്റാറും 1/4 സ്റ്റാറും ആയിട്ട് നമ്മൾ രണ്ടുപേരും കൊടുക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതിന്റെ പേരിൽ 1 സ്റ്റാർ കൊടുക്കണമെന്ന് പറഞ്ഞു. 1 സ്റ്റാർ കൂട്ടിന്നല്ലേ? ആ, കൂട്ടി. അപ്പൊ 4+1.